അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അല്ലാഹു ലാ هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. സൂറത്തു ആലു ഇമ്രാനിലെ ആദ്യത്തെ 3 ആയത്തുകൾ തജ്വീദോടുകൂടി എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 4ാമത്തെ ആയത്താണ്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഇഖ്ഫ ബിഗുന്ന എന്ന നിയമം ഈ ആയത്തിലും കടന്നു വരുന്നുണ്ട്. എന്തായിരുന്നു ഇഖ്ഫ ബിഗുന്ന എന്ന് പറഞ്ഞാൽ? അതായത് സുകൂനുള്ള നൂനിന് ശേഷം ഇഖ്ഫഇന്റെ അക്ഷരങ്ങൾ വന്നാൽ അവിടെ സുകൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇഖ്ഫഇന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഈ ആയത്തിലും ഇതേ നിയമം വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. ഈ ആയത്തിന്റെ തുടക്കത്തിൽ മിൻ എന്ന വാക്ക് കാണാം. ഇതിൽ സുകൂനുള്ള നൂനുണ്ട്. ഈ സുകൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഖാഫ് എന്ന അക്ഷരമാണ്. ഖാഫ് എന്നത് ഇഖ്ഫഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സുകൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കഴിഞ്ഞ ആയത്തിൽ വന്നിട്ടുള്ള അൻസല എന്ന വാക്ക് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നു. അവിടെയും ഇഖ്ഫ ബിഗുന്നയോടുകൂടി തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ ആയത്തിൽ അതുപോലെ വന്നിട്ടുള്ള മറ്റൊരു ഭാഗം ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിലാണ്. ഈ ആയത്തിന്റെ അവസാനം ഇന്തിഖാം എന്ന വാക്ക് നമുക്ക് കാണാം. ഈ വാക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ വാക്കിലെ 1ാമത്തെ അക്ഷരം ഈ എന്ന് നമ്മൾ വായിച്ചു. പക്ഷേ ഈ എന്ന് വായിക്കണമെങ്കിൽ അലിഫ് എഴുതണം, അതിന് താഴെ ഹംസ എഴുതണം, അതിന് താഴെ കെസ്റ ഇടണം. ഇങ്ങനെ എഴുതുമ്പോഴാണ് ഈ എന്ന് വായിക്കുന്നത്. എന്നാൽ ഈ വാക്കിലുള്ളത് ഒരു അലിഫും അതിനു മുകളിൽ ഒരു കുഞ്ഞു സ്വാദിന്റെ കഷ്ണവുമാണ്. ഇതിനെ ഹംസത്തുൽ വസുൽ എന്നാണ് പറയുക. ഹംസത്തുൽ വസുലിനെ കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. ഹംസത്തുൽ വസുൽ വരുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ടത്
ഹംസത്തുൽ വസ്ൽ വന്ന വാക്കിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ആ ഹംസത്തുൽ വസ്ലിന് ഒന്നുകിൽ ആ എന്ന ശബ്ദം, അല്ലെങ്കിൽ ഈ എന്ന ശബ്ദം, അല്ലെങ്കിൽ ഉ എന്ന ശബ്ദം നൽകണം. അവിടെ എങ്ങനെയാണ് ആ ശബ്ദങ്ങൾ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുക? അതിനെക്കുറിച്ചെല്ലാം വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ ഈ വാക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ, അതായത് ഈ വാക്ക് മാത്രമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഹംസത്തുൽ വസ്ലിന് ഈ എന്ന ശബ്ദമാണ് നൽകേണ്ടത്. ഇന്തിഖാം എന്നാണ് ഇവിടെയുള്ള വാക്ക്. പക്ഷേ ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഹംസത്തുൽ വസ്ലിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ അതിന് ശബ്ദമുണ്ടാകും. ഒന്നുകിൽ ആ എന്ന ശബ്ദം, അല്ലെങ്കിൽ ഈ എന്ന ശബ്ദം, അല്ലെങ്കിൽ ഉ എന്ന ശബ്ദം. എന്നാൽ ആ ഹംസത്തുൽ വസ്ല് ചേർത്ത് ഓതുകയാണെങ്കിൽ, അതായത് ഹംസത്തുൽ വസ്ല് വന്നിട്ടുള്ള വാക്കിന് തൊട്ടു മുമ്പ് മറ്റേതെങ്കിലും ഒരു അക്ഷരത്തോട് അല്ലെങ്കിൽ ഒരു വാക്കിനോട് ചേർത്താണ് നമ്മൾ ഓതുന്നതെങ്കിൽ അവിടെയുള്ള ഹംസത്തുൽ വസ്ലിന്റെ ശബ്ദം നഷ്ടപ്പെടും. ഇന്തിഖാം എന്നാണ് ഇവിടെ വായിക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ അതിനു തൊട്ടു മുമ്പുള്ള ലു എന്ന വാക്കിനോട് ചേർത്താണ് വായിക്കുന്നതെങ്കിൽ അവിടെ ഹംസത്തുൽ വസ്ലിന്റെ ശബ്ദം നഷ്ടപ്പെടും. അതായത് ലുംതിഖാം, ലു കഴിഞ്ഞ ശേഷം ആ ഹംസത്തുൽ വസ്ലിന്റെ ശബ്ദം കേൾക്കാതെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തോടു കൂടിയാണ് വായിക്കേണ്ടത്. അതായത് അവിടെയുള്ള ഹംസത്തുൽ വസ്ലിനെ നമ്മൾ ചേർത്ത് ഓതുന്ന സമയത്ത് അതിനെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല, അതിന് ശബ്ദം കൊടുക്കേണ്ടതില്ല. എന്നാൽ ആ ഹംസത്തുൽ വസ്ലിൽ നിന്നാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നതെങ്കിൽ ആ ഹംസത്തുൽ വസ്ലിന് ഒന്നുകിൽ ആ എന്ന ശബ്ദം, അല്ലെങ്കിൽ ഈ എന്ന ശബ്ദം, അല്ലെങ്കിൽ ഉ എന്ന ശബ്ദം കൊടുക്കണം. ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് ഇത്രമാത്രം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഹംസത്തുൽ വസ്ലിനെ കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇന്തിഖാം എന്ന വാക്കിലും നമുക്ക് സുക്കൂനുള്ള നൂനിനെ കാണാം. ഇവിടെ ഈ വാക്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നിട്ടുള്ളത് ത എന്ന അക്ഷരമാണ്. ത എന്ന അക്ഷരം ഇഖ്ഫാഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും പാരായണം ചെയ്യേണ്ടത് ഇഖ്ഫ ബിഗുന്നയോടുകൂടിയാണ്. ലു എന്ന അക്ഷരത്തോട് ചേർത്ത് ഓതുന്ന സമയത്ത് എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ആ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. ലു എന്ന് അവിടെ ദീർഘാക്ഷരമാണ്. പക്ഷെ അവിടെ ആ ദീർഘാക്ഷരത്തിന് ശേഷം ഹംസത്തുൽ വസ്ല് വന്നതുകൊണ്ട്, അതായത് അവിടെ ചേർത്ത് ഓതുന്ന സമയത്ത് ഹംസത്തുൽ വസ്ലിന് നമ്മൾ ഹറക്കത്തുകളൊന്നും നൽകുന്നില്ല. ഹറക്കത്തില്ലാത്ത അവസ്ഥയാണ് അവിടെ ഹംസത്തുൽ വസ്ലിനുണ്ടാവുക. ഹറക്കത്തില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. അതായത് അവിടെ സുക്കൂനിന്റെ നിയമമാണ് കടന്നു വരുന്നത്. അപ്പോഴവിടെ ദീർഘാക്ഷരത്തിന് ശേഷം രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരുന്നു. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവിടെയുള്ള ദീർഘം നഷ്ടപ്പെടും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരുമ്പോൾ എന്നുള്ള അവസ്ഥ. ഇതിന് ഇൽതിഖാഉ സാക്കിനൈൻ എന്നാണ് പറയുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. മിൻ ഖബ്ലു ഹുദൻ, ഇവിടെ നമുക്ക് തൻവീനിനെ കാണാം. ദൻ എന്ന അക്ഷരം തൻവീനാണ്. എന്താണ് തൻവീൻ? നൂനാക്കി ഉച്ചരിക്കൽ എന്നാണ് തൻവീനിന്റെ അർത്ഥം. ഹറക്കത്തുകളെ ഇരട്ടിപ്പിക്കുന്ന അവസ്ഥയെയാണ് തൻവീൻ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ഹറക്കത്തുകൾ? ഫത്ഹ, കസ്റ, ദമ്മ. ഇവയെ എങ്ങനെയാണ് ഇരട്ടിപ്പിക്കുന്നത്, അതായത് ഡബിളാക്കുന്നത്? ഒരു ഫത്ഹയ്ക്ക് പകരം രണ്ട് ഫത്ഹ എഴുതുന്നു, ഒരു കെസ്റയ്ക്ക് പകരം രണ്ട് കെസ്റ എഴുതുന്നു, ഒരു ലൊമ്മയ്ക്ക് പകരം രണ്ട് ലൊമ്മ എഴുതുന്നു. ഇങ്ങനെ ഹറക്കത്തുകൾ ഇരട്ടിപ്പിക്കുന്ന അവസ്ഥയെയാണ്
തൻവീൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫത്ഹയെ ഇരട്ടിപ്പിക്കുന്ന സമയത്ത്, അതായത് അക്ഷരങ്ങൾക്ക് മുകളിൽ 2 ഫത്ഹ ഇടുന്നതോടൊപ്പം തന്നെ ആ അക്ഷരത്തോട് ചേർത്ത് അലിഫും കൂടെ എഴുതേണ്ടതാണ്. ഉദാഹരണത്തിന് ബാഇന് മുകളിൽ 2 ഫത്ഹ എഴുതി അതിനോട് ചേർത്ത് അലിഫും എഴുതിയാൽ ബൻ എന്ന് വായിക്കും. ബാഇന് താഴെ 2 കെസ്റ എഴുതിയാൽ ബിൻ എന്ന് വായിക്കും. ബാഇന് മുകളിൽ 2 ളമ്മ എഴുതിയാൽ ബുൻ എന്ന് വായിക്കും. ഇവിടെയെല്ലാം നമുക്ക് ഒരു സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം കേൾക്കാം. ബൻ, ബ, അവിടെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദമുണ്ട്. ബിൻ, അവിടെയും സുക്കൂനുള്ള നൂനിന്റെ ശബ്ദമുണ്ട്. ബുൻ, അവിടെയും സുക്കൂനുള്ള നൂനിന്റെ ശബ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ സുക്കൂനുള്ള നൂനിനും തൻവീനിനും ഒരേ തജ്വീദ് നിയമമാണ്. അവിടെയുള്ള ഒരു വ്യത്യാസം, സുക്കൂനുള്ള നൂൻ ഒരു വാക്കിന്റെ ഇടയിൽ വരാം, അതുപോലെ തന്നെ ഒരു വാക്കിന്റെ അവസാനത്തിലും വരാം. എന്നാൽ തൻവീൻ ഒരു വാക്കിന്റെ അവസാനത്തിൽ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ തൻവീനുള്ള ഒരു വാക്ക് കണ്ടാൽ ആ വാക്കിന് തൊട്ടടുത്തുള്ള വാക്കിൽ വന്നിട്ടുള്ള ആദ്യത്തെ അക്ഷരം നോക്കിയാണ് അവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഹുദൻ എന്ന വാക്കിൽ നമ്മൾ തൻവീനിനെ കണ്ടു. ദൻ എന്ന അക്ഷരം എഴുതിയിട്ടുള്ളത് തൻവീനോട് കൂടിയാണ്. അതായത് ദാലിന് മുകളിൽ 2 ഫത്ഹയെ ഇരട്ടിപ്പിച്ച് എഴുതിയത് കാണാം. അതോടൊപ്പം തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് യാഇനെയാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ദൻ എന്ന് എഴുതണമെങ്കിൽ, തൻവീനോട് കൂടി ദാലിനെ എഴുതണമെങ്കിൽ ദാലിന് മുകളിൽ 2 ഫത്ഹ എഴുതണം, അതോടൊപ്പം തന്നെ ഒരു അലിഫും ചേർത്ത് എഴുതണം എന്നാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നമുക്ക് ആ അലിഫിന് പകരം യാഇനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ അലിഫിന് പകരം യാഇനെ എഴുതുന്നതിനെ അലിഫ് ലയ്യിന എന്നാണ് പറയുന്നത്. ചില വാക്കുകളിൽ അലിഫിന് പകരം ഇങ്ങനെ യാഇനെ നമുക്ക് എഴുത്തിൽ കാണാവുന്നതാണ്. എന്നാൽ എഴുത്തിൽ വരുന്ന ഈ ഒരു വ്യത്യാസം കൊണ്ട് അവിടെ പാരായണ നിയമത്തിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. 4-ാമത്തെ ആയത്തിൽ ഇനിയും ഒരുപാട് വിശദീകരണങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇതിന്റെ ബാക്കിയുള്ള വിശദീകരണങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുവരെ നമ്മൾ പഠിച്ച ആയത്തുകൾ, അർത്ഥസഹിതം പഠിച്ച ആദ്യത്തെ 3 ആയത്തുകൾ ദിവസവും നിങ്ങൾ ദൗറ ചെയ്യണം. അതായത് ആ ആയത്തുകൾ ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരിക്കണം. മാക്സിമം നിങ്ങൾക്ക് എത്ര സമയം അതിന് ചെലവഴിക്കാൻ സാധിക്കുന്നോ അത്രയും അതിനുവേണ്ടി ശ്രമിക്കുക. മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ഇപ്പോൾ 5 മിനിറ്റാണ് ദൗറയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള സമയം. കാരണം വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഓതാനുള്ളൂ. പക്ഷേ ഈ സൂറത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഏകദേശം 20 മിനിറ്റോളം ദൗറയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ പഠനം ഏറ്റവും ഖൈറായ രീതിയിൽ, ഏറ്റവും എളുപ്പമായ രീതിയിൽ പൂർത്തിയാക്കാൻ സഹായിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.